നമസ്കാരം. അൾട്ടിമേറ്റ് ലൈഫ് വിഷൻ എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. സൈക്ലിംഗ് എന്ന സ്പോർട്സ് ഇന്ന് പല വിഭാഗങ്ങളായിട്ട് തിരിഞ്ഞ് ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന ഒരു സ്പോർട്സാണ്. പക്ഷേ ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ റോഡ് സൈക്ലിംഗ്. സാധാരണ നമ്മൾ നടന്നു പോവുകയോ അല്ലെങ്കിൽ വാഹനം ഓടിച്ചു പോവുകയോ എന്നൊരു റോഡിൽ കൂടെ. തുടക്കകാലത്ത് അങ്ങനെ വാഹനങ്ങളൊന്നും ഓടിക്കാനില്ല, അത്രയും പണ്ടേ ഇത് തുടങ്ങി. കൃത്യമായിട്ട് പറഞ്ഞാൽ 1868 മെയ് 31 സൈക്ലിംഗ് എന്ന സ്പോർട്സ് ആരംഭിക്കുന്നു. അതിൽ രസകരമായൊരു കാര്യം പറയാനുള്ളത്, സൈക്കിൾ എന്ന ഒരു വാഹനം കണ്ടുപിടിച്ചത് ജർമ്മനിയിലാണ്. അതിനെ ഇന്ന് കാണുന്ന രീതിയിൽ ആക്കി മാറ്റിയെടുത്തത് ഇംഗ്ലണ്ടിലാണ്. പക്ഷേ ആദ്യമായിട്ട് സൈക്ലിംഗ് എന്ന സ്പോർട്സ് ആരംഭിക്കുന്നത് ഫ്രാൻസിലാണ്. ഫ്രാൻസിലും സൈക്കിളിലെ ഒരു വിപ്ലവകരമായ മാറ്റം വന്നിരുന്നു. ആദ്യമായിട്ട് പെഡൽ സൈക്കിൾ, വെലോസിപ്പേഡ് എന്ന ഒരു സംവിധാനം കണ്ടുപിടിക്കുന്നത് ഫ്രാൻസിലാണ്. കൂട്ടത്തിൽ പ്രത്യേകം പറയേണ്ട ഒരു കാര്യമാണ്, ആദ്യത്തെ സൈക്ലിംഗ് ചാമ്പ്യൻ ജെയിംസ് മൂർ എന്ന ഇംഗ്ലീഷുകാരനാണ് ആദ്യമായിട്ട് നടന്ന സൈക്ലിംഗ് എന്ന സ്പോർട്സിൽ ചാമ്പ്യനായ വ്യക്തി. അദ്ദേഹം 1849 ജനുവരി 14 ഇംഗ്ലണ്ടിലെ ലീഡ്സ് എന്ന സിറ്റിയിൽ ജനിക്കുന്നു. 1853 അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളും ഒരു സഹോദരനും ഇത്രയും ആൾക്കാർ ഫ്രാൻസിലേക്ക് താമസം മാറുന്നു. ഫ്രാൻസിലെത്തിയിട്ട് അദ്ദേഹത്തിന് 5 സഹോദരിമാർ കൂടി ഉണ്ടായി എന്നുള്ളത് മറ്റൊരു വസ്തുത. ഫ്രാൻസിലെത്തി അദ്ദേഹത്തിൻ്റെ കുടുംബം താമസിച്ചത് പിയറി മീഷ ആൻഡ് ഏണസ്റ്റ് മീഷ, ഒരു അച്ഛനും മകനും, അവരുടെ വീടിൻ്റെ തൊട്ടടുത്താണ്. ഇവരെക്കുറിച്ച് നമ്മൾ മുമ്പ് സൈക്കിൾ ചരിത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. പെഡൽ സൈക്കിൾ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ആ അച്ഛനും മകനുമാണ്. അങ്ങനെ നമ്മുടെ ജെയിംസ് മൂർ ചെറുപ്പകാലം തൊട്ട് തന്നെ അത്തരം ഒരു സൈക്കിളിൽ ആകർഷണമാവുന്നു. ഇടയ്ക്കിടയ്ക്ക് അയൽവക്കത്തിലും അവിടെ ഇങ്ങനെ ഓരോ സൈക്കിളിലൊക്കെ വരണ്ടാക്കി വെച്ചിരിക്കുന്ന സൈക്കിളിലൊക്കെ തൊട്ടും തടവിയൊക്കെ ഒന്ന് നോക്കി സമാധാനം അടയും. അങ്ങനെ മുന്നോട്ട് പോകുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ 16ാം ബർത്ത്ഡേക്ക്, അതായത് 1865 അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹത്തിന് അത്തരം ഒരു സൈക്കിൾ വാങ്ങിച്ചങ്ങ് ഗിഫ്റ്റ് കൊടുക്കുന്നു. അങ്ങനെ അദ്ദേഹം അതിൽ പ്രാക്ടീസ് ആരംഭിക്കും. പ്രാക്ടീസ് മീൻസ് ആദ്യത്തിലൊന്ന് കയറി പഠിക്കണമല്ലോ. അതിന് പ്രധാനമായിട്ടും സഹായിച്ചത് ഏണസ്റ്റ് മീഷോ എന്ന പിയറി മീഷോയുടെ മകനായിരുന്നു. അങ്ങനെ അദ്ദേഹം സൈക്ലിങ്ങൊക്കെ നല്ല രീതിയിൽ പ്രാക്ടീസ് കൊണ്ടിരിക്കുന്ന കാലത്താണ് 1868 പാരീസിൽ ഒരു ക്ലബ്ബ് ഫോം ചെയ്യുന്നു, സൈക്ലിംഗ് ക്ലബ് ഓഫ് പാരീസ്. സൈക്ലിംഗ് മത്സരം സംഘടിപ്പിക്കാൻ തീരുമാനിക്കുന്നു. അതിന് വ്യാപകമായി തന്നെ പരസ്യവും കൊടുക്കുന്നു. സ്വാഭാവികമായിട്ടും ജെയിംസ് മൂറും ഈ പരസ്യം കണ്ട് അതിൽ രജിസ്റ്റർ ചെയ്യുന്നു. ആ മത്സരം നടക്കുന്നത് പാരീസിലെ പ്രശസ്തമായ സെയിന്റ് ക്ലൗഡ് പാർക്ക് എന്ന സ്ഥലത്താണ്. മത്സരിക്കുന്ന വിധമാണ് രസം. ആ പാർക്കിൻ്റെ ഗേറ്റിൽ നിന്ന് ആ പാർക്കിൻ്റെ ഏകദേശം നടുക്കുള്ള ഒരു ഫൗണ്ടൻ, അതുവരെ സൈക്കിൾ ചവിട്ടി തിരിച്ച് ഗേറ്റിലേക്ക് വരണം. പോയി വരുന്നതിനുള്ള ദൂരം ഏകദേശം 1200 മീറ്റർ, അഥവാ 1.2 കിലോമീറ്റർ. ഒറ്റ കുഴപ്പമെന്ന് വെച്ചാൽ ഒരു സമയം ഒരു സൈക്കിളിനെ പോകാൻ പറ്റുള്ളൂ, അത്രയ്ക്ക് ആ നടപ്പാതയ്ക്ക് വീതിയുള്ളൂ. അതുകൊണ്ട് പാർട്ടിസിപ്പൻസിനെല്ലാം 1 by 1 ആയിട്ട് കടത്തിവിടുന്നു. അവർ പോയി തിരിച്ചു വരുന്നു. ഓരോരുത്തരും പോയി വരുന്ന ടൈം നോട്ട് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ജെയിംസ് മൂർ 3 മിനിറ്റ് 50 സെക്കൻഡ് കൊണ്ട് അദ്ദേഹത്തിൻ്റെ വെലോസിപ്പീഡിൽ ആ ദൂരം കവർ ചെയ്ത് വരുന്നു. ടൈം വെച്ച് നോക്കുമ്പോൾ അദ്ദേഹമായിരുന്നു ഒന്നാമത്. പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ഗ്രൂപ്പ് വഴക്ക്, ഫ്രാൻസും ഇംഗ്ലണ്ടും പണ്ട് തൊട്ടേ അയൽ രാജ്യങ്ങളാണെങ്കിലും അതിപ്പം ഞാനാണ് വലുത് എന്നുള്ളൊരു ഭാവമുണ്ട്. സ്വാഭാവികമായിട്ടും നാട്ടുകാർ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. കൂട്ടത്തിൽ ആ നാട്ടുകാരായ ചില സൈക്ലിസ്റ്റുകൾ ജെയിംസ് അല്ല ഞാനാണ് ഒന്നാമൻ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് പോളിസിനി എന്ന ഒരു സൈക്ലിസ്റ്റും കൂടി രംഗപ്രവേശം ചെയ്യുന്നു. അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും ഗ്രൗണ്ട് സപ്പോർട്ട് കൂടുന്നു. സംഘാടകർ എന്തായാലും അത് രമ്യമായിട്ട് പരിഹരിച്ചു. 2 പേർക്കും ഓരോ ഗോൾഡ് കപ്പം കൊടുത്തു. 2 പേരെയും സംയുക്തമായിട്ട് ഒന്നാമതായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചു. അതുകൊണ്ട് കൂടുതൽ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഈ വിവരം ഇംഗ്ലണ്ടിൽ പറഞ്ഞു. ഇംഗ്ലണ്ട് ഈ പറഞ്ഞ രീതിയിൽ ഞാനാണ് വലുതെന്നാണല്ലോ അവരും വിചാരിക്കുന്നത്. എന്തായാലും ആദ്യത്തെ സ്പോർട്സ് നടന്നത് ഫ്രാൻസിലാണെങ്കിലും പാരീസിലാണെങ്കിലും തൊട്ടടുത്ത ദിവസം തന്നെ ഇംഗ്ലണ്ടിലും അത്തരം ഒരു സ്പോർട്സ് നടത്തി. ആർതർ മെക്കാം എന്ന വ്യക്തിയായിരുന്നു ഒന്നാമതായത്. അപ്പോൾ ആദ്യത്തെ പാരീസിൽ നടന്ന മത്സരത്തിൽ ഒരു തർക്കം നിലനിന്നിരുന്നു, ആരാണ് ഒന്നാമത്, ജെയിംസ് മൂർ ആണോ പൊളോസിനി ആണോ എന്നുള്ള തർക്കം നിലനിൽക്കുന്ന സമയത്ത് തന്നെ തൊട്ടടുത്ത വർഷം 1869 ലോങ് ഡിസ്റ്റൻസ് സ്പോർട്സ് അവിടെ നടക്കുന്നു. പാരീസിൽ നിന്ന് തൊട്ടടുത്തുള്ള സിറ്റിയായ റയോൺ എന്ന സ്ഥലത്തേക്ക് 134 കിലോമീറ്റർ ദൂരം. അന്നത്തെ കാലത്ത് ഇത്രയും നല്ല റോഡുകളില്ല, വീതി കുറഞ്ഞ വഴികളാണ്. അതുകൊണ്ട് എല്ലാ പാർട്ടിസിപ്പൻസിനും ഒന്നിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സംഘാടകർ ഈ ടീമിനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. എല്ലാവർക്കും ഓരോ ചെസ് നമ്പർ കൊടുത്തു. അതിൽ ഒറ്റ സംഖ്യകളുള്ളവരെ ഒരു ഗ്രൂപ്പായിട്ടും ഇരട്ട സംഖ്യ നമ്പറുള്ളവരെ വേറൊരു ഗ്രൂപ്പായിട്ടും തിരിച്ചു. ഇരട്ട സംഖ്യക്കാർ ആദ്യമേ യാത്ര കൊടുക്കണം. ഒറ്റ സംഖ്യക്കാർ അരമണിക്കൂർ കഴിഞ്ഞ് ലാസ്റ്റ് ഫിനിഷിംഗ് പോയിന്റിൽ അത് കണക്കാക്കാം എന്നുള്ളൊരു
രീതിയിൽ യാത്ര ആരംഭിക്കുന്നു. അപ്പോൾ ഈ സമയമാകുമ്പോഴേക്കും സൈക്ലിംഗ് എന്ന സ്പോർട്സിന് കുറേ കൂടിയൊക്കെ പ്രചാരം ലഭിച്ചു. അതിൽ ഇറ്റലിക്കാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ, അങ്ങനെ ഒരുപാട് ജർമ്മനി എന്നുള്ള ആൾക്കാർ, അങ്ങനെ ഒരുപാട് സൈക്ലിസ്റ്റുകൾ ഇതിൽ പങ്കെടുത്തിരുന്നു. വിശേഷപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ജെയിംസ് മൂറിന് ഒരു ഒറ്റ അക്ക ചെസ് നമ്പറാണ് കിട്ടിയത്, 187. അതുകൊണ്ട് അദ്ദേഹത്തിന് ആദ്യത്തെ ബാച്ച് പോയി അരമണിക്കൂർ കഴിഞ്ഞാൽ യാത്ര തുടങ്ങാൻ പറ്റുള്ളൂ. പക്ഷേ യാത്ര തുടങ്ങി ഏകദേശം പകുതി ദൂരം കഴിയുമ്പോഴേക്കും അദ്ദേഹം ആദ്യം പോയ ഓരോരുത്തരായിട്ട് കവർ ചെയ്ത് തുടങ്ങി. അവിടെ രസകരമായ ഒരു സംഭവം നടന്നത്, ഇംഗ്ലണ്ടിലെ ഒരു പ്രശസ്ത സൈക്ലിസ്റ്റ് ജോൺസൺ എന്ന വ്യക്തി ഇങ്ങനെ ഫസ്റ്റ് ലാപ്പിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അല്പം കഴിഞ്ഞപ്പോൾ ജെയിംസ് മൂർ ഒപ്പം എത്തുന്നു. ആ സമയത്ത് ജോൺസൺ പറഞ്ഞു, നമ്മൾ ഇംഗ്ലീഷുകാരെ തമ്മിൽ എന്തിനാ ഒരു മത്സരം, നമുക്ക് ഒന്നിച്ചു പോവാം. ജെയിംസ് മൂർ പറഞ്ഞു, ഓക്കെ, ഞാൻ റെഡിയാണ്, ഒന്നിച്ചു പോവാം, താങ്കൾ എൻ്റെ ഒപ്പം വന്നോളൂ എന്ന് പറഞ്ഞ് ജെയിംസ് മൂർ നല്ല സ്പീഡിൽ അങ്ങ് സൈക്കിൾ ഓടിച്ചു പോയി. ജോൺസൺ എത്താൻ പറ്റിയില്ല. അവസാനം ജെയിംസ് മൂർ അവിടെ എത്തി 15 മിനിറ്റ് കഴിഞ്ഞാണ് രണ്ടാമത്തെ ആൾ അവിടെ എത്തുന്നത്. അതായത് ആ രണ്ടാമത് എത്തിയ ആൾ ശരിക്കും ആദ്യത്തെ ലാപ്പിൽ വന്ന ഒരാളാണ്, ജോൺസൺ അല്ല, മറ്റൊരാൾ. അയാളുടെ പേരൊന്നും വ്യക്തമായിട്ട് കിട്ടുന്നില്ല. എന്തായാലും രണ്ടാം സ്ഥാനക്കാരനേക്കാൾ 45 മിനിറ്റ് മുന്നേ ഒന്നാം സ്ഥാനക്കാരനായ ജെയിംസ് മൂർ അവിടെ എത്തി. അതോടെ ഒരു കാര്യം തീരുമാനമായി, ഏറ്റവും നല്ല സൈക്ലിസ്റ്റ് പൊളോസിനി അല്ല ജെയിംസ് മൂറാണ് എന്നൊരു തീരുമാനം. കൂട്ടത്തിൽ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഈ 2 മത്സരങ്ങളിലും ജെയിംസ് മൂറിൻ്റെ, കാരണം അദ്ദേഹത്തിൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ അത്ര റിച്ച് ആയിട്ടുള്ള ഫാമിലി ഒന്നുമല്ല. ജെയിംസ് മൂറിൻ്റെ ചിലവെല്ലാം വഹിച്ചിരുന്നത് ഈ വെലോസിപ്പീഡിലാക്കിയ കുടുംബം, അതായത് മീഷോ ഫാമിലി ആയിരുന്നു. പിയറി മീഷോയും ഏണസ്റ്റ് മീഷോയുമാണ് ചിലവെല്ലാം വഹിച്ചത്. ഈ ഏണസ്റ്റ് മീഷോയാണ് ശരിക്കും ജെയിംസ് മൂറിന് വെലോസിപ്പീഡിൽ പ്രാക്ടീസ് ചെയ്യിച്ചത്. ഇനി ഒരു കാര്യം കൂടി പറയാം, മറ്റേ പേരിൻ്റെ സ്പെല്ലിംഗ് കണ്ടാലും തെറ്റിദ്ധരിക്കേണ്ട, ഫ്രഞ്ച് രീതിയിൽ അതിന് ഉച്ചരിക്കുന്നത് മീഷോ എന്നാണ്. ഫ്രാൻസിലെ എണ്ണം പറഞ്ഞ 2 സൈക്കിൾ മത്സരങ്ങളിൽ ജേതാവായി 1870 അദ്ദേഹം തിരിച്ച് അദ്ദേഹത്തിൻ്റെ ജന്മനാടായ ഗ്രേറ്റ് ബ്രിട്ടനിലെത്തുന്നു. ബ്രിട്ടനിൽ അദ്ദേഹം വെലോസിപ്പീഡിൻ്റെ പരിഷ്കരിച്ച ഫോമായ പെനി ഫാർത്തിങ്, അതായത് നമ്മുടെ തോമസ് ഹംബറിൻ്റെ സൃഷ്ടി, അതിൽ പ്രാക്ടീസ് ചെയ്യുന്നു. തോമസ് ഹംബറുമായിട്ട് പരിചയപ്പെടുന്നു. 1870 നടന്ന ബ്രിട്ടീഷ് ചാമ്പ്യൻഷിപ്പിൽ അദ്ദേഹം പങ്കെടുക്കുന്നു. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, അദ്ദേഹം ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും സൈക്കിളിൽ നിന്ന് വീണു. അന്നത്തെ സംഭവം എന്ന് പറയാൻ നമുക്കറിയാമല്ലോ, വളരെ പൊക്കത്തിലാണ് ഇരിക്കുന്നത്, വീണാനുള്ള പരിക്കൊക്കെ ഗുരുതരമായിരിക്കും. അങ്ങനെ സൈക്കിളിൽ നിന്ന് വീണ് പരിക്ക് പറ്റി ഏകദേശം 1 വർഷത്തോളം അദ്ദേഹത്തിന് വിശ്രമാവസ്ഥയിലായിരുന്നു. പക്ഷേ 1871 അദ്ദേഹം തിരിച്ചു വന്നു. ആ വർഷത്തെ ബ്രിട്ടീഷ് ചാമ്പ്യൻഷിപ്പിൽ പഴയ കൂട്ടുകാരൻ, അതായത് പറഞ്ഞല്ലോ നമുക്ക് ഒന്നിച്ച് യാത്രയാന്ന് പറഞ്ഞ ജോൺസനെ തോൽപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ചാമ്പ്യൻഷിപ്പ് നേടി. 72 മുതൽ 77 വരെ ബ്രിട്ടനിൽ മറ്റൊരു സംഭവം നടന്നു, സൈക്ലിങ്ങിൽ ലോക ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ലോകത്തെ എല്ലാ രാജ്യങ്ങളൊന്നും വിചാരിക്കരുത്, കുറച്ച് യൂറോപ്യൻ രാജ്യങ്ങളുണ്ടായിരുന്നല്ലോ. ഏകദേശം നമ്മുടെ ഇന്നത്തെ ക്രിക്കറ്റിൻ്റെ അവസ്ഥ പോലെ. ക്രിക്കറ്റിലാകെ 10-12 രാജ്യങ്ങളാണ് നേരെ ജോബെ കളിക്കുന്നത്, എന്നാലും അതിനൊക്കെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഉണ്ടല്ലോ. അതേപോലെ അന്നേ സൈക്ലിങ്ങിൽ വേൾഡ് ചാമ്പ്യൻഷിപ്പ് നടന്നു. ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, US ഇത്രയും രാജ്യങ്ങളായിരുന്നു അതിലെ മെയിൻ പാർട്ടിസിപ്പൻസ്. ഏതായാലും അത്തരം നടന്ന 5 മത്സരങ്ങളിലും ഒന്നാം സ്ഥാനം ജെയിംസ് മൂറിന് തന്നെയായിരുന്നു. ഈ മത്സരങ്ങൾക്ക് ശേഷമാണ് സൈക്ലിംഗ് എന്ന സ്പോർട്സിന് ലോകവ്യാപകമായിട്ട് പ്രചാരം ലഭിക്കുന്നതും അതിന് പല ഡിവിഷൻസ് ആരംഭിക്കുന്നതും. റോഡ് സൈക്ലിങ്, ട്രാക്ക് സൈക്ലിങ്, ഗ്രാവൽ സൈക്ലിങ്, മഡ് സൈക്ലിങ്, അങ്ങനെ പലതരം വിഭാഗങ്ങൾ ഈ സൈക്ലിംഗ് എന്ന സ്പോർട്സിൽ ആരംഭിക്കുന്നത് ഇതിനൊക്കെ ശേഷമാണ്. 1896 മോഡേൺ ഒളിമ്പിക്സിലെ ആദ്യത്തെ മത്സരത്തിൽ തന്നെ ട്രാക്ക് സൈക്ലിംഗ് എന്ന ഇനം ഒരു മത്സര ഇനമായിട്ട് ഉൾപ്പെടുത്തി. അത് ഇന്നും തുടരുന്നു. ഇതിനിടയിൽ ബ്രിട്ടനിൽ പല മത്സരങ്ങൾ നടന്നു. ഒന്ന് ഒരു 1 മൈൽ കോമ്പറ്റീഷൻ, പഴയ ബ്രിട്ടീഷ് അളവാണ് 1 മൈൽ, അതായത് 1.6 കിലോമീറ്റർ. അതിലും ജെയിംസ് മൂർ തന്നെയായിരുന്നു ജേതാവ്. പിന്നീട് 2 ലോങ് ഡിസ്റ്റൻസ് കോമ്പറ്റീഷൻസ് നടന്നു, ഒരു 25 മൈൽസ് ആൻഡ് ഒരു 50 മൈൽസ്, അതായത് 40 കിലോമീറ്റർ 80 കിലോമീറ്ററും. ചോദിക്കാനില്ല, ജെയിംസ് തന്നെയായിരുന്നു അവിടെയും ജേതാവ്. 77 ശേഷം അദ്ദേഹം സൈക്ലിംഗ് എന്നുള്ള സ്പോർട്സിനോട് വിട പറയുന്നു. വെറ്റിനറി മെഡിസിൻ പഠിക്കുന്നു. അപ്പോഴും മനസ്സിൽ സ്പോർട്സ് എന്നൊരു ഐഡിയ ഉണ്ട്. അതുകൊണ്ട് തന്നെ വെറ്റിനറി മെഡിസിനിൽ അദ്ദേഹം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് പന്തയ കുതിരകളുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ്. റേസ് ഹോഴ്സസിൻ്റെ ചികിത്സയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മെയിനായിട്ട് പിന്നീട് ചെലവഴിച്ചത്. ഇതിനിടയിൽ അദ്ദേഹം തോമസ് ഹംബറുമായിട്ടുള്ള ബന്ധത്തിൻ്റെ മേൽ ഹംബറിൻ്റെ കാറുകൾ ഉപയോഗിച്ച് അദ്ദേഹം 3 കാർ റേസുകളിൽ വിജയിക്കുകയുണ്ടായി. സൈക്കിൾ റേസ്, കാർ റേസ്, ഹോഴ്സ് റേസ്, ഇത്തരം പല രംഗങ്ങളിൽ പല രീതിയിൽ തിളങ്ങിയ ജെയിംസ് മൂർ 1935-നും 1940-നും ഇടയിൽ 4 ദിവസങ്ങളിലായിട്ട് അദ്ദേഹത്തിൻ്റെ മരണം പല സോഴ്സുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നിനും വിശ്വാസ്യത ഇല്ല എന്നുള്ള ഒരു കാര്യം. പക്ഷേ വിശ്വസ്തമായ ഒരു കാര്യം പറയാവുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഒരു ഇൻ്റർവ്യൂ ആണ്. ഒരു ഇംഗ്ലീഷ് പേപ്പറിൽ വന്നൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് അദ്ദേഹം 1940 അതായത് 91-ാമത്തെ വയസ്സിൽ അന്തരിച്ചു എന്നാണ്. എന്തായാലും മകൻ പറയുന്നത് നമുക്ക് അക്കാര്യത്തിൽ വിശ്വസിക്കാം. അതുകൊണ്ട് അദ്ദേഹം 91-ാമത്തെ വയസ്സിൽ അഥവാ 1940
അന്തരിച്ചു. സൈക്ലിംഗ് എന്ന സ്പോർട്സിന് ലോകവ്യാപകമായ പ്രചാരം കൊടുത്ത വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇന്നും ഓർമ്മിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ് ജെയിംസ് മൂർ.